അതായത് ഒരു എന്താ പറയുന്നത്, ശരീരമൊക്കെ ഒരുമാതിരി വിറച്ചിട്ട് ഒരു വേറൊരു ഫീൽ. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിയില്ല. ആ ആ ഓക്കെ. എന്തായാലും പിന്നെ മറ്റൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബ്രീത്ത്, അതായത് നമ്മുടെ അവസാനം വന്നിട്ട് പ്രണവസാധന ചെയ്ത് കഴിയുമ്പോൾ ഉം, അപ്പോഴും ഞാൻ ഒരു 2 മിനിറ്റ്, ഉം. ഒരു 2 അല്ലെ ഒരു 3 മിനിറ്റ് പിന്നെ ഇരിക്കാറുണ്ട്. ഉം. അപ്പോൾ ആ ടൈമിൽ ബ്രീത്ത് കുറവാണ്. അതായത് ബ്രീത്ത് അധികം എടുക്കേണ്ട ആവശ്യം വരില്ല. ആവശ്യം വരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കുറെ ഒന്ന് ടെസ്റ്റ് ചെയ്തു. ഒരു എക്സ്പെരിമെന്റ് ബേസിസിൽ ഞാനത് ടൈമർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തു. ഉം. ഒരു 2 to 3 മിനിറ്റ്സ് വരെ ബൈ എ സിംഗിൾ ബ്രീത്ത് മാത്രമേ എനിക്ക് യൂസ്ഫുൾ ആവുന്നുള്ളൂ. ഒരു സിംഗിൾ ചെറിയ ബ്രീത്ത് എടുക്കുക, അതിൽ ഇങ്ങനെ ഇരിക്കുക. അതെ. അവസാനം എനിക്ക് തന്നെ എന്തോ തോന്നിയോ, ഇനി ബ്രീത്ത് എടുത്തില്ല ഇരുന്ന് ഇരിപ്പിൽ മരിച്ചു പോകും തോന്നിയിട്ട് ഞാൻ തന്നെ വീണ്ടും ബ്രീത്ത് എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെയല്ല, അതാണ് ഈ കേവല കുംഭകം എന്ന് പറയുന്ന അവസ്ഥ. അത് വരാനാണ്, അത് കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത്. ആ അവസ്ഥ കേവല കുംഭകം എന്ന് പറഞ്ഞു അതാണ്. അതായത് ബ്രീത്ത് അകത്തേക്കോ പുറത്തേക്കോ ഇല്ലാത്ത സ്റ്റേജ്. അതായത് ഉണ്ട് ഒരു മൈന്യൂട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ കുറഞ്ഞു വന്ന് അവസാനം അത് പൂർണ്ണമായി നിൽക്കും. പൂർണ്ണമായി നിൽക്കുന്നു. അതെന്താണ് അവസ്ഥ ഇങ്ങനെ വരുന്നതെന്നുള്ളതാണ് എനിക്കൊരു. അതാണ് യോഗാവസ്ഥ എന്ന് പറയുന്നത്. അതാണ് സമാധി അവസ്ഥ. അതിലേക്ക് വരും. അപ്പോഴാണ് ആ പൂർണ്ണമായ ധ്യാനാവസ്ഥയിലേക്ക് എത്തുന്നത്, ശരിയായ ധ്യാനാവസ്ഥയിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഒരുമാതിരി മെന്റലി എല്ലാത്തിനോടും ഡിറ്റാച്ച്മെന്റ് വന്നു തുടങ്ങി. ഈവൻ ഇഫ് മൈ ഫാമിലി ഓർ ജോബ് ഓർ എന്ത് കാര്യം, മൊബൈൽ ആയാലും മണി ആയാലും എനിക്കൊന്നും വേണ്ട. എന്ത് കിട്ടിയാലും എനിക്ക് എന്തിനാ ഇതൊക്കെ എന്നുള്ളൊരു വല്ലാത്തൊരു തിങ്കിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും വേണ്ട ഈ ലോകത്ത്. ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുക. ആ സ്റ്റേജിൽ ഞാനൊരു ബ്ലിസ്ഫുൾ മൂഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ ബ്ലിസ്ഫുൾ മൂമെന്റ് ആണ് നമുക്ക് വേണ്ടത്. അതിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി അതിൽ ആസ്വദിച്ച് ആ മൊമെന്റ്സ് ആസ്വദിച്ചിട്ട് അതിൽ മുഴുകി. പക്ഷെ ഗുരുജി, എനിക്ക് ഡിറ്റാച്ച്മെന്റ് വേ വന്നോണ്ടിരിക്കുക. മൈൻഡിന്റെ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണ്ട. അത് വരാനുള്ളത് വരും, പോവാനുള്ളത് പോവും. നിങ്ങൾക്ക് ആവശ്യം ഈ ബ്ലിസ്ഫുൾ മൊമെന്റ്സ് അല്ലേ? അതെ, ഞാൻ അതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കാൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. മറ്റത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഈ ഡിറ്റാച്ച്മെന്റ് എന്നുള്ളതിനോട് ഒരു അറ്റാച്ച്മെന്റും വേണ്ട, ഡിറ്റാച്ച്മെന്റും വേണ്ട. ഈ പല അനുഭവങ്ങളും വരും, ഭാവങ്ങൾ വരും. അത് വന്നോട്ടെ. നിങ്ങൾ അതിനെ അനലൈസ് ചെയ്യാനൊന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് ആ ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ആ അവസ്ഥ, അതാണ് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ തേടുന്നത്. അത് കിട്ടിയോ മാത്രം നിൽക്കുക കേട്ടോ. ബാക്കിയൊക്കെ അത് കിട്ടും. അത് സ്ഥായിയായിട്ട് കിട്ടുന്ന അവസ്ഥയിലേക്ക് വരും. അതേപോലെ ഇപ്പം ഫിസിക്കൽ വർക്ക് കുറച്ചുണ്ട്. ഫിസിക്കൽ വർക്ക് കയറുമ്പോൾ തന്നെ ബോഡി അതിനോട് യോജിക്കുന്നില്ല, പക്ഷെ മൈൻഡ് റെഡിയാണ് ചെയ്യാൻ. അങ്ങനെ ചെയ്യുന്നുണ്ട്. ബോഡി അതിനനുസരിച്ച് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് എന്റെ വർക്ക് അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ അത് കഴിഞ്ഞാലും ഞാൻ വിചാരിക്കുന്നത് ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫിസിക്കൽ പെയിൻ. അത് ഷോർട്ട് ടൈമിലേക്ക് മാത്രമേ ഉള്ളൂ, മെന്റൽ അല്ല. മെന്റലി ഐ ആം ഹാപ്പി. അതൊക്കെ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസും നമുക്ക് വേണമല്ലോ. അത് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ പല വൃത്തികളും നമ്മൾ ചെയ്തിരിക്കണം. ഇപ്പോൾ അതൊക്കെ അതിലൂടെ അങ്ങനെ കടന്നു പോയിക്കോളും. അത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അതെ അതെ, അത് നല്ലതായിട്ട് പോകുന്നുണ്ട്. ഏത് പ്രഷർ സിറ്റുവേഷൻസും ഇപ്പം വളരെ ലോജിക്കലി നൈസായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ പഠിച്ചു. ഓക്കെ, അതാണ് അതിൻ്റെ. ഞാൻ പഠിച്ചതല്ല, നമ്മൾ അതായിത്തീർന്നതാണ്. മനസ്സിലാവുണ്ടാവും. അതായിത്തീർന്നതാണ്, നമ്മൾ പഠിച്ചെടുക്കുന്നതല്ല. നമ്മളെ ആന്തരിക ഭാഗം അങ്ങനെ ആയി മാറി. ആ സ്റ്റേജിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞല്ലേ? അതാണ് സംഭവം. ചേഞ്ചായി. മനസ്സിലായില്ലേ? അതിലേക്ക് ചേഞ്ച് ആയി. ഒന്നിനോട് ഒരു ഇൻട്രസ്റ്റും ഇല്ലാണ്ടായി.
അതാണ് മെയിൻ കാര്യം. അതൊക്കെ നടക്കും. ഓക്കെ, അപ്പോൾ ആസ്വദിക്കൂ, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ലൈഫ് ആസ്വദിക്കൂ, ബ്ലിസ്ഫുൾ മൊമെന്റ്സ് ആസ്വദിക്കൂ, അങ്ങനെ മുന്നേറും. അപ്പോൾ അടുത്തടുത്ത സ്റ്റേജിലേക്ക് പോയിക്കോളും കേട്ടോ. ആ ബ്രീത്തിന്റെ കാര്യത്തിലുള്ളൂ. അതാണ് പറഞ്ഞത്. അതും ഒന്നും നിങ്ങൾ അതിലൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. അതൊക്കെ ഇത് ക്രിയ ചെയ്യുമ്പോൾ എന്താണോ യോഗം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അവിടേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെയോ? ഇതിന് 10ഉം 50ഉം വർഷം 1ഉം 2ഉം ജന്മങ്ങൾ, എത്രയോ ജന്മങ്ങൾ പരിശ്രമിച്ചാൽ കിട്ടുന്ന സംഭവമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണേ. മനസ്സിലായോ? ഇതിപ്പോ എളുപ്പത്തിൽ തരുന്നതുകൊണ്ടാണ്, കിട്ടുന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഈ ഫ്രസ്ട്രേഷൻ വരുന്നത്. അല്ല, ഫ്രസ്ട്രേഷൻ ഒന്നുമില്ല. എനിക്ക് ഫ്രസ്ട്രേഷൻ ഒന്നുമില്ല. എനിക്ക് ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതായത് എന്റെ ഡിലൂഷൻ ആണോ അതോ റിയൽ ആണോ? ഇല്യൂഷൻ അല്ല, അതാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ കുറെ കാലം തേടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുമ്പോ അതിൻ്റെതായ ഇതുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുകയാണ്. അപ്പൊ നിങ്ങൾ തന്നെ ആകെ അതേപോലെ പോവുകയാണ്. നമ്മൾ ഓംകാരം ജപിക്കുമ്പോൾ എന്റെ റൂമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റീൽ അലമാരയാണ്. അലമാര, ഡോർ, ടേബിൾസ് എല്ലാം. കൂടെ ഉള്ള ഒരാൾ എന്നോട് പറഞ്ഞു, ഇയാൾ അവിടെ ഇരുന്ന് ജപിക്കും. അറിയില്ല, അത് ഭയങ്കര വൈബ്രേറ്റ് ആവുന്നു. ആ സാധനമൊക്കെ വൈബ്രേറ്റ് ആവുന്നു. പുള്ളി പറഞ്ഞു എന്തുകൊണ്ടോ ഇതിങ്ങനെ. അതാണ് അതിന്റെ പവർ. ഓം എന്നുള്ളതിന്റെ പവർ എന്താന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? അതൊന്നും പൗരാണികരായിട്ടുള്ള ആളുകള് ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് എത്തിപ്പെട്ടത് വെറുതെ അല്ലാന്ന് മനസ്സിലായില്ലേ? അതെ, ആ ഡോറും നമ്മുടെ കബോർഡിന്റെ ഡോറും എല്ലാം വൈബ്രേറ്റ് ഇങ്ങനെ ആ സൗണ്ട് വരുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ വൈബ്രേഷനാണത്. കേട്ടോ? പിന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള എന്തും അതിൽ തന്നെ വൈബ്രേറ്റ്. പക്ഷെ ഇങ്ങനെ മറ്റേ ചെവിക്കകത്ത് ആ സൗണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. പക്ഷെ ഉറക്കത്തിൽ കുഴപ്പമില്ല. ഇപ്പം അലാം വെക്കാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് 3:30 എണ്ണീറ്റുകൊണ്ടിരുന്ന ഞാൻ ഏർലി മോർണിംഗ് 3 o'clock എണ്ണീറ്റ് തുടങ്ങി ഞാൻ. അതൊക്കെ സംഭവിക്കും കേട്ടോ. എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കും. നിങ്ങൾ ക്രിയയിൽ സമർപ്പണത്തോടെ മുഴുകിയാൽ മതി കേട്ടോ. വേറെ ഒന്നും ചിന്തിക്കണ്ട. പെട്ടെന്നൊന്ന് വിളിച്ചത്. ഞാനിവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഒന്നും ഭയപ്പെടണ്ട. അതിൽ തന്നെ മുഴുകിക്കോളൂ. ബാക്കി സ്റ്റേജിൽ കൂടെ വേഗം കയറിപ്പോ കേട്ടോ. ആയിക്കോട്ടെ. അമിതമായ ക്ഷീണം, ഉറക്കമില്ലായ്മ, വിഷാദം, ഉത്കണ്ഠ, ഉറക്കം തൂങ്ങൽ, ഉറക്കമില്ലായ്മ, ഏകാഗ്രതക്കുറവ്, ആത്മവിശ്വാസമില്ലായ്മ, അമിതമായ കോപം, കൂർക്കം വലി തുടങ്ങിയ അനേകം അസുഖങ്ങൾ സ്വയം പരിഹരിക്കാം ദിവസവും അരമണിക്കൂർ പ്രാണായാമ അഭ്യസനത്തിലൂടെ. ഏകദിന പ്രാണായാമ പരിശീലനം ഞായറാഴ്ച രാവിലെ 7:30 മുതൽ 9:30 വരെ. താല്പര്യമുള്ളവർ 9895610455 എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക.